വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ നമ്മളൊരു ചിക്കൻ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കൻ കപ്സയോ ഒക്കെ ഉണ്ടാക്കാൻ മടിയായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യലായിട്ടൊരു ലഞ്ച് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിന്നർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ചിക്കൻ റൈസ് റെസിപ്പിയാണ് കേട്ടോ അത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ പണിയും എളുപ്പമാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകാം കേട്ടോ. ആദ്യം നമ്മളിതാ കുറച്ച് അരി എടുത്തിട്ട് സോക്ക് ചെയ്യാൻ എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ലോങ് റൈസ് ആണ് എടുക്കുന്നത്. ഈ ഒരു കപ്പ് അളവിൽ 2 കപ്പ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. അത് നമ്മളെടുത്ത് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു അരിയുടെ സോക്കിംഗ് ടൈം 1 അവർ വരെയാണ് പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. ഞാനൊരു 35 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടാകും. ബാക്കി പ്രിപ്പറേഷനൊക്കെ ഒന്ന് റെഡി ആവുന്ന വരെയാണ് വെച്ചിട്ടുള്ളത്. അരി ഇതാ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം. അരി സോക്കാവുന്ന സമയത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതാ പ്രഷർ കുക്കർ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്രഷർ കുക്കർ ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനിടയിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇട്ടത്. ഒരു 4 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ ഇതാ 2 മീഡിയം സൈസ് സവാള അല്ലെങ്കിൽ 1.5 വലിയ സൈസ് സവാള. അപ്പോൾ ഇതാ പ്രഷർ കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ 2.5 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ വലിയ ജീരകം, ഒരു നുള്ള് ചെറിയ ജീരകം, 3-4 ഏലക്കയും കറാമ്പൂവും, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട. ഇതെല്ലാം നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി വരട്ടെ. ആ ഒരു ടൈമിലാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നത്. ഈ സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 400 ഗ്രാം ചിക്കനാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കന് വലിയ പീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ചെറിയ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ ആഡ് ചെയ്യാൻ ഈ സവോള സോഫ്റ്റ് ആയിട്ട് വരണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ആഡ് ചെയ്യും. ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അരപ്പ്. ഒരു വലിയ തക്കാളി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒരു വലിയ സൈസ് ഇഞ്ചി, 8 to 10 വെളുത്തുള്ളി. ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചൊന്ന് വെള്ളം ഒഴിക്കണം ഇതൊന്ന് അരച്ചെടുക്കാൻ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇതാ ഈ ചിക്കനിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പില്ലേ, ആ പേസ്റ്റ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഇനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അളന്നിട്ടാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അരി അളന്ന അതേ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് കൂടി സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചത് കുക്ക് ചെയ്തെടുക്കുകയാണ്. 2 വിസിൽ അടിച്ചിട്ട് നമ്മളിതാ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നമ്മളിതിൽ ചിക്കൻ വെന്തിട്ടുണ്ടോ നോക്കുകയാണ്. ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റണം. ഈ ചിക്കൻ്റെ മുകളിൽ നമുക്ക് വേറൊരു പണി കൂടി ബാക്കിയുണ്ട്. നമ്മൾ ലാസ്റ്റാണ് ചെയ്യാം. അത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇടുകയാണ് വേണ്ടത്. അതിൻ്റെ മുന്നേ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമല്ല എടുക്കുന്നത്. 4 കപ്പിൽ 1 കപ്പ് കുറവാട്ടോ എടുക്കുക, നമ്മൾ സോക്ക് ചെയ്തത് കൊണ്ട്. പിന്നെ 1 കപ്പ് നമ്മൾ ചിക്കൻ വേവിക്കാൻ ആദ്യം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി 2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. 2 കപ്പ് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി വാറ്റിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ പ്രഷർ കുക്ക് അല്ല കേട്ടോ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അടച്ച് വെക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഇത് പ്രഷറിലല്ല കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം.
തിളക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് തിളക്കട്ടെ. നമ്മൾ ചിക്കനിൽ ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഈ ചിക്കനിലേക്ക് കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. അല്ലാണ്ട് തന്നെ നമ്മുടെ ചിക്കൻ റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റിയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു അയൺ കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടായിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലിലേക്ക് കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇത് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി റൈസ് നോക്കാം. റൈസ് അവിടെ വെന്ത് വരുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടില്ല, എന്നാൽ കുറച്ചിങ്ങനെ ബബിൾസ് പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാതെ ഇതുപോലെ ബബിൾസ് വരുന്ന ഒരു സ്റ്റേജിലാണ് നമ്മളിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ നമുക്ക് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വെള്ളത്തിലാവരുത് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അരി വേവുന്ന ഒരു അവസാന സ്റ്റേജില്ലേ, നമ്മളൊരു ബബിൾസിൽ വേവുന്ന ഒരു സ്റ്റേജ്, ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് ആവിയിൽ ഒരു 10 മിനിറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു 10 മിനിറ്റ് ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്റ്റീമിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീം എല്ലാം പോയതിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ റൈസ് കംപ്ലീറ്റ് ആവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗീ ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്യാം. ഇലകൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റോസ്റ്റഡ് കാഷ്യൂസോ റൈസിൻസോ യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഈസി ചിക്കൻ റൈസ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചിക്കൻ റൈസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.